ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷമാക്കുന്ന നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽ നോക്കിയാൽ സിനിമകളാണ്. ഈ സിനിമകൾ കണ്ട് ആഘോഷപൂർവ്വം നമ്മൾ വീട്ടിലിരുന്ന് വീണ്ടും ആഘോഷിക്കും അല്ലേ? ക്രിസ്മസ് കേക്ക് മുറിക്കും, അതുപോലെ ന്യൂ ഇയർ ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്, ന്യൂ ഇയർ സെലിബ്രേഷൻസിന് പോകും. അപ്പോൾ നമ്മളുടെ വീടുകളിലേക്ക് ആഘോഷം ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിക്കാൻ ആഘോഷം എന്ന പേരുള്ള ഒരു സിനിമ തന്നെ എത്താൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ആക്ടേഴ്സ് അതുപോലെ അതിൻ്റെ ഡയറക്ടറൊക്കെയാണ് നമ്മളോടൊപ്പം ഇന്ന് കൂടിയിരിക്കുന്നത്. ലാസ്റ്റ് ദ ഫെസ്റ്റ് എന്ന് പറയുന്ന പോലെ നിഖിലിൻ്റെ മുഖത്തേക്ക് നോക്കി അറിയാം ആരുടെയൊക്കെ ഒരു ചായ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് ശരിക്കും നോക്കൂ. എന്തൊക്കെയോ ഡയലോഗുകൾ വരുന്നില്ലേ, ഇംഗ്ലീഷിലുള്ള ഡയലോഗുകൾ, അതെ, തീപാറും ഡയലോഗുകൾ. അതെ, നിഖിൽ രഞ്ജി പണിക്കരാണ്, രഞ്ജിയേട്ടൻ്റെ മോനാണ്. തൊട്ടടുത്തിരിക്കുന്നത് ആഘോഷം സിനിമയുടെ തന്നെ ഡയറക്ടർ അമലാണ്. അമലിൻ്റെ നേരത്തെ സിനിമയാണ് ഗുമസ്തൻ. ഗുമസ്തനിലൂടെ എല്ലാവരും പരിചിതനായ ഹീറോയാണ് ഇതായിരിക്കുന്നു ഈ പച്ച ഷർട്ടുകാരൻ ജെയ്സ്. തൊട്ടപ്പുറത്തിരിക്കുന്നു നീല ഷർട്ടുകാരനെ ആർക്കും അറിയില്ല കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അപ്പോൾ ഏതെങ്കിലും പണി എന്ന സിനിമയിലൂടെ വില്ലനായി. ഈ സിനിമയിൽ ഏത് വില്ലനാണോ ആവോ ബോബിച്ചേട്ടാ? വില്ലനാണോ? സസ്പെൻസ് ആണ്. ആരാണ് വില്ലൻ? ഞാനാണ് വില്ലൻ എന്ന് ചോദിച്ചു പറഞ്ഞ മക്ബൂലാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. പിന്നെ അഞ്ജലിയാണ്. അഞ്ജലി കുറച്ച് അധികം സിനിമകളിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഈ സിനിമയിലൂടെ വേറെ ഉറപ്പിക്കും സിനിമയിൽ ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളോടൊപ്പം ആഘോഷമാക്കാനായിട്ട് എത്തുന്നത്. തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്ന സിനിമയിൽ ഇതിലും വലിയ വലിയ ആൾക്കാർ കൂടെയൊക്കെ ഉണ്ട്. അവരാരൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആക്ടേഴ്സൊക്കെ തന്നെ പറയും. ഇതിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ആരാണ്, ഇവരും പ്രധാനപ്പെട്ടവരാണ്, ഇവർക്കൊപ്പം നിൽക്കുന്നവരാരൊക്കെയാണ്, എന്താണ് ഈ സിനിമ പറയുന്നത്, ആഘോഷമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് സിനിമയിൽ. അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ അമലും ഒക്കെ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അമൽ പറയൂ, എന്താണ് ആഘോഷം? ആഘോഷം ആക്ച്വലി പേര് പോലെ തന്നെ ഒരു ആഘോഷം തന്നെയാണ്. അതായത് ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ്, അതാണ് ഇതിൻ്റെ ടാഗ് ലൈൻ. അപ്പോൾ ആ ടാഗ് ലൈൻ പോലെ തന്നെ ഇതൊരു ക്യാമ്പസ് സ്റ്റോറിയാണ്, ഒരു കോളേജ് സബ്ജക്റ്റാണ്. അപ്പം അറിയാമല്ലോ, ഒരു കോളേജ് സബ്ജക്റ്റ് എന്ന് പറയുമ്പം ആ ഒരു എത്രത്തോളം കളർഫുൾ ആയിരിക്കും എല്ലാവർക്കും ഊഹിക്കാവുന്നുള്ളൂ. അപ്പം അതുപോലെ തന്നെ ആഘോഷം വളരെ ഗ്രാൻഡ് ആയിട്ടൊരു പടമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ജയ്സേട്ടൻ, ബോബിച്ചേട്ടൻ, ഇപ്പം മക്ബുൽ, നിഖിൽ, അത് അവരെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ജോണി ആനിച്ചേട്ടൻ, രഞ്ജി പണിക്കർ, സോറി നരേൻ ഭായ് എന്നാലും അവരുടെ പേര് പറയരുതെന്ന് ജെയ്സ് എനിക്ക് പറയാതിരിക്കാൻ. എനിക്ക് അതിന്റെ നിർമ്മാതാക്കളെയും മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവരെ ഓർക്കുന്നു. പക്ഷേ അതൊരു ഗ്രാൻഡ് പരിപാടിയാണ്. അപ്പോൾ ഈ പേര് പോലെ തന്നെ ഞങ്ങൾ വളരെ ആഘോഷത്തോടെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ആഘോഷം. അപ്പോൾ ഈ ഇരിക്കുന്ന വൈബ് ഇവർ ഇപ്പോൾ ബോബിച്ചേട്ടനെ അല്ലെങ്കിൽ ജയ്സേട്ടനൊക്കെ ഒത്തുകൂടിയുള്ള തമാശകൾ ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം. അപ്പം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ആയിരുന്നു. നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ മറക്കുന്ന തരത്തില്ല ഇവരുടെ ഒരു വൈബും കാര്യങ്ങളൊക്കെ. അത് മൊത്തത്തിൽ എല്ലാവരും എൻജോയ് ചെയ്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു 45-50 ദിവസം നമ്മൾ അടിച്ച് പൊളിച്ച് കോളേജിൽ പോയി ഷൂട്ട് ചെയ്ത് പഴയ അല്ലേ നമ്മൾ തന്നെ ഇപ്പോൾ ശരിക്കും ആ കോളേജിൽ പുറത്ത് ഇപ്പോൾ റീയൂണിയൻ നടത്തുന്ന അവസ്ഥയായി വീണ്ടും അല്ലേ, നമുക്ക് വീണ്ടും മിസ് ചെയ്യുന്നില്ല കോളേജ്. ഈ ത്രില്ലർ ആയിരുന്നല്ലോ ഗുമസ്തൻ. അപ്പൊ അതിൽ നിന്ന് നേരെ ചാടിയിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യുന്നത് എന്താണ് പെട്ടെന്ന്? അത് ആക്ച്വലി ഇതിനു മുമ്പത്തെ പടങ്ങളെല്ലാം ത്രില്ലറാണ് ചെയ്തത്. ഈ ഒരു ജോണർ ആദ്യമായിട്ടാണ്, ഒരു ഫീൽ ഗുഡ് ഹ്യൂമർ പരിപാടി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തരം പടങ്ങളും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി. ഒരു മെയിൻ കാരണം ഇതിന്റെ നിർമ്മാതാവിന്റെ തന്നെയാണ് ഇതിന്റെ കഥ. അതെ ലിസി കെ ഫെർണാണ്ടസ് അല്ലേ നിർമ്മാതാവിന്റെ പേര് മനഃപൂർവ്വം പറയാതിരിക്കുകയാണത്. ഖത്തറി കൊണ്ടുപോയില്ല. ആ കഥയെ അവര് പണം മുടക്കുന്നു. അല്ല ആക്ച്വലി ലിസ്റ്റേജ് കഥ ലിസ്റ്റേജിലാണ്. ലിസി കെ ഫെർണാണ്ടസ് ഗംഭീര കഥയാണ്. നല്ല ഞങ്ങളെല്ലാവരും കഥ കേട്ട് എക്സൈറ്റഡ് ആയത് കഥയാണ്. അതെ, തിരക്കഥ സംഭാഷണം ഞാൻ ചെയ്യുന്നു. പക്ഷേ കഥ നല്ല ഗംഭീര കഥയാണ്. ഞങ്ങളുടെ ഫുൾ ടീം കേട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയ ഒരു സബ്ജക്റ്റാണ്. അത് ഞങ്ങൾ സ്ക്രിപ്റ്റാക്കി ഞങ്ങൾ പരിപാടി വർക്കൗട്ട് ചെയ്ത് ഇപ്പോൾ റിലീസിനൊക്കെ എത്തുന്നു. എല്ലാവരും ഈ ഒരു വൈബോട് എല്ലാവരും ഹാപ്പിയാണ്. ഈ കോളേജ് ക്യാമ്പസിന്റെ കഥ പറയുന്നതുകൊണ്ടാണോ നരേനെ പിടിച്ച്
നായകനാക്കിയത്. വീണ്ടും കോളേജിലേക്ക് ഇട്ടു. പക്ഷെ കോളേജിൽ വിദ്യാർത്ഥിയായിട്ട് അഭിനയിച്ചു, ഇപ്പൊ എന്തോ അധ്യാപകനാണ്. ഓക്കെ ഓക്കെ. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ പ്രൊമോഷനോട് ബന്ധപ്പെട്ട് എവിടെ പോയാലും നരേൻ ഭായിനെ ആദ്യം കണക്ട് ചെയ്യുന്ന ക്ലാസ്മേറ്റ്സോടെ എല്ലാവരും ഓഡിയൻസ് എല്ലാവരും വന്ന് ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരു കോളേജ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും അവർ റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്മേറ്റ്സിലെ പാട്ട് പാടുമെന്നാണ് എല്ലാവരും. ഇപ്പോൾ കഴിഞ്ഞ സാറേ മക്ബൂൽ ആരോ പറഞ്ഞു, ഇപ്പോൾ ആരോ പറഞ്ഞിട്ടു. കാരണം ഇപ്പോൾ പാട്ട് പാടണമെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റയിലേക്കുള്ള നരേൻ്റെ റീൽസ് നോക്കിയിട്ട് ഇപ്പോൾ പാട്ട് പഠിക്കണത് ക്ലാസ്മേറ്റ്സിലെ പാട്ട്. കാരണം അത്രയും സാധനം റീച്ച് പോയിട്ടുണ്ട് ആ പാട്ട് പാടിയതൊക്കെ. പാടിപ്പിക്കാം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കത്രി പോകാൻ പറ്റാത്തതിന്റെ വിഷമമാണ് അതിങ്ങനെ പുറത്തോട്ട് വരുന്നേ ഉള്ളൂ പ്രശ്നമായിട്ട്. ഖത്തറിൽ പോകാത്ത സെപ്പറേറ്റ് കമ്മിറ്റി. ക്യാമ്പസ് മൂവി ചെയ്യുമ്പോൾ ക്യാമ്പസിലെ കുട്ടികളുടെ ഒക്കെ സ്വഭാവം വേണമല്ലോ, അതേ കുശുമ്പൊക്കെ തന്നെ. അതെ അതെ. ഓക്കേ, ജെയ്സൺ ക്യാരക്ടറൊക്കെ ഒന്ന് പറയൂ. എന്തായാലും ഞങ്ങളുടെ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അമലിനോടൊത്തൊരു പടം ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിയ കഥാപാത്രമാണ്. കാരണം സ്ഥിരമായിട്ട് ഒരാവശ്യമില്ലാണ്ട് പോയി നായകനെ പോയി വെല്ലുവിളിച്ച് ഇടിയും മേടിച്ചു പോകുന്ന പരിപാടി മാറ്റി എനിക്ക് ഒരു വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യണം തോന്നിയപ്പോൾ കഥ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു മേടിച്ചതാണ് പള്ളിയിലച്ഛനാക്കുമെന്ന്. പക്ഷേ ഈ സ്ഥിരമായിട്ട് എല്ലാ സിനിമയിലും മാറി എന്നെ ഗുമസ്തൻ തന്നു കഴിഞ്ഞപ്പോൾ എന്നെ പുള്ളി നരപ്പിച്ച് വലിയൊരു താടിയും മീശയും എല്ലാം വെച്ച് നരപ്പിച്ച് ആ ലാസ്റ്റ് സിനിമ വന്നു, നന്നായിട്ട് വർക്കായി. പക്ഷേ എല്ലാവരും പറഞ്ഞാൽ സിനിമ കണ്ടു, ജെയ്സിനെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാ ഇനി നരച്ചതും ഇങ്ങനത്തെ കഥാപാത്രമൊന്നും തരരുത്, ചെറുപ്പം ക്യാരക്ടറൊക്കെ തരും ഉറപ്പായിട്ടും ജയിച്ചേട്ടാ, ഇത് ചെറിയൊരു കഥാപാത്രം. പക്ഷെ കണ്ടില്ല, നേരെ പിടിച്ച് എന്നെ മീശയും പഠിപ്പിച്ച് താടിയും പഠിപ്പിച്ചപ്പോൾ ഞാനാരെന്ന് ഇതിലും അറിയാത്തൊരവസ്ഥയിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു സോങ് നമ്മുടെ റിലീസ് ആയിട്ടാണ്, ക്രിസ്മസ് സോങ്. അപ്പോൾ അതിൽ മൂപ്പര് ത്രൂ ഔട്ട് ഉണ്ട് ഒരു പള്ളിയച്ഛനായിട്ട്. ആ പാട്ട് 2-3 ഫുള്ള് കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഏത് സുഹൃത്തു നമ്മുടെ പുതിയ പടത്തിൽ പാടത്തിന്റെ പാട്ടുണ്ട്, പക്ഷെ നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാനാണ് കേട്ടോ അത് ചെയ്ത് പള്ളിയിലച്ഛൻ്റെ കഥാപാത്രം. പക്ഷേ എനിക്ക് ഇതുവരെ ചെയ്യാത്ത ഒരു വളരെ വ്യത്യസ്തമായ ഒരു നല്ല വ്യക്തമുള്ള ഒരു എന്താ പറയുക, ശാന്തനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായ ഒരു അച്ഛൻ്റെ കഥാപാത്രം ചെയ്യാൻ തന്നു. താങ്ക് യു അമൽ. ജെയ്സൺ ആക്ച്വലി എല്ലാ ഇന്റർവ്യൂവിലും നമ്മുടെ പ്രൊമോഷനിലും എല്ലായിടത്തും പടത്തിനെ പറ്റി വേറെ എന്ത് പറഞ്ഞാലും കൃത്യമായിട്ട് പറയുന്നുണ്ട്, താടി പഠിച്ച പള്ളിയിലച്ഛൻ ഞാനാണ്. അഡ്വാൻസ് പറയുന്നുണ്ട്. ഇപ്പൊ അന്നാലെ തിയേറ്ററിൽ അത് ഗുമസ്തനെ പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ സ്റ്റേജിലും പറയുന്നുണ്ട് അത് ഞാനാണ്. നമ്മൾ പറയാറില്ലേ പല വലിയ ഡയറക്ടേഴ്സും മമ്മൂക്കാനെ വെച്ച് പരീക്ഷിച്ചു, ലാലേട്ടനെ വെച്ച് പരീക്ഷിച്ചു എന്നൊക്കെ കേൾക്കാൻ. അപ്പോൾ അതുപോലെ അമൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ജെയ്സൺ. അത് ആദ്യം ഗുമസ്തനിൽ ഈ പറഞ്ഞ പോലെ മലയാളത്തിൻ്റെ വിജയ് സേതുപതിയായിട്ട് വന്നു. ഇപ്പോൾ മലയാളത്തിൽ ഷാറൂഖ് ഖാനായിട്ട് മാറിക്കൊണ്ടിരിക്കുക, താടി മീശ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലോ മേടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അല്ല, എനിക്ക് ഓൾറെഡി ഒന്നാമത് ശബ്ദം കാരണം നിൽക്കാൻ മേല, എൻ്റെ കൂടെ ഇനി മൈക്ക് അല്ല. എൻ്റെ ക്യാരക്ടർ ഞാൻ ഒഫീഷ്യലി എല്ലാവരോടും പറഞ്ഞു. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കിങ്സ് ബെന്നി എന്നാണ്. എനിക്ക് എൻ്റെ ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര്. അതെ, പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ റിലീസാകാൻ പോകുന്ന 3ാമത്തെ ചിത്രമാണ് ആഘോഷം. ഞാൻ ഈ സിനിമയിൽ വരാൻ ഉള്ള കാരണക്കാരൻ ജെയ്സും ഞാനോട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ലണ്ടനിൽ നിന്ന് ഒരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് സുമതിയോളവിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരാൻ നേരമാണ് ജെയ്സനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, കഥയൊന്ന് കേൾക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ലണ്ടനിൽ നിന്ന് വന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന് നേരെ കേട്ടൊരു കഥയാണ്. അമൽദേവ് ടൈറ്റിസ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. പിന്നെ അന്ന് ശേഷം നരനെ വിളിച്ചു, നരനും എൻട്രി ചെയ്തു. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ കഥ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് അന്ന് അത് നരേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഓക്കെ. കാരണം ഇത് ഭയങ്കര യുണീക്ക് സ്റ്റോറിയാണോ എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എന്നാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് ഒരു ക്യാമ്പസ് ബേസ്ഡ് ഒരു മൂവി അത് അമലത് എക്സിക്യൂട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പടം സിനിമ നമുക്ക് കണ്ടു പിന്നെ തീർച്ചയായും എൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് കുറേ പേര് കണ്ടിരുന്നു, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സീനിയേഴ്സ് ഇപ്പം ചാക്കോച്ചനും ബിജുവേട്ടനൊക്കെ ആ മോഡൽ പരിപാടിയാണെന്ന്. കാരണം ഇവർ സീനിയേഴ്സ് പ്രായമുള്ള കുറേ ആൾക്കാർ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കോളേജിലേക്ക് വരുന്നതാണോ കഥ എന്നൊക്കെ വെച്ച് കുറേ പേര് ഡീക്കോഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ ആവാം, അതാണെങ്കിൽ തിയേറ്ററിൽ വന്നു. അല്ല, ജെയ്സ് ഇപ്പം അച്ഛൻ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിട്ടാണ് ക്യാരക്ടർ ജെയ്സ് ചെയ്യുന്നത്. ഞാൻ ആ കോളേജിൽ
ഒരു ക്യാൻറ്റീൻ ഓണറാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കഥയിൽ ഇവിടെ നമ്മളെ നായകനോടൊപ്പം ഒരു പല ട്വിസ്റ്റുകളിലൊക്കെ എൻ്റർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് അത് ആ സീനുകളെല്ലാം അതെ അതെ അതെ. അപ്പൊ ഈ നമ്മളുടെയൊക്കെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന എത്രയധികം എലമെന്റ്സ് ഇതിനകത്ത് ഉണ്ടാവും രസകരമായിട്ട്? ഒത്തിരി എലമെന്റ്സ്, ഒത്തിരി. പിന്നെ കോളേജ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാത്തരം എലമെന്റ്സും പിന്നെ ഡെഫിനറ്റ് ഒരുപാട് പ്രണയം. ഒരു പ്രണയം ഇവിടെ പറയുന്നുണ്ടല്ലോ പുള്ളിക്ക് ഓഫ് സ്ക്രീൻ കുറെ എന്റെ മക്ബുലിന് ഓഫ് സ്ക്രീൻ കുറെ പ്രണയങ്ങളുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. എന്റെ ക്യാരക്ടറിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഹീറോയിൻ. എനിക്കില്ല. അതാണ്. പള്ളിയിലച്ഛന് ഹീറോയിൻ ഉണ്ടോ? അല്ല, പള്ളിയിലച്ഛൻ അത്രയും പിള്ളേരുടെ പള്ളിയിലച്ഛൻ ഇതുപോലെ കണ്ണട വെച്ചിങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ജെയ്സ് ആളെ തിരിച്ചറിയത്തില്ലെന്ന് പറഞ്ഞേ, ജെയ്സ് മീശ എടുക്കും താടി വളർത്തും ആളെ തിരിച്ചറിയത്തില്ലെന്ന് പറഞ്ഞേ ഇന്റർവ്യൂവിന് വരുമ്പോ കണ്ണാടിയും വെച്ചിട്ടില്ല. ഇന്റർവ്യൂവിനും മനസ്സിലാകത്തില്ല ജെയ്സ്. ഇനി മറ്റേത് പറഞ്ഞു ആ ഇന്റർവ്യൂവിൽ ഇരുന്നാലും ഞാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഏതായാലും ക്ലാസ്മേറ്റ്സിന്റെ മുരളിയുടെ ക്യാരക്ടർ ഇതിനകത്തേക്ക് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ക്ലാസ്മേറ്റ്സിൽ മുരളി ഒരു സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ഇതിൽ മുരളി ആക്ച്വലി സ്റ്റുഡന്റ് അല്ല. ഇതിൽ ആക്ച്വലി സൂരജ് എന്നുള്ള കഥാപാത്രം ആക്ച്വലി ഒരു അധ്യാപകനാണ്. പക്ഷേ കണ്ടാൽ സ്റ്റുഡന്റിന്റെ ഒക്കെ പ്രായം. കാരണം ഞങ്ങൾ എപ്പോഴും കളിയാക്കില്ല, ചുള്ളനാണ് അത്, ചുള്ളൻ അധ്യാപകൻ. അതെ, അങ്ങനെ രസമായിട്ടുണ്ട്. പുള്ളി നല്ല രസമായിട്ട് ഗംഭീരമായിട്ട് നരൻ ഭായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പോസ്റ്റർ നോക്കിയാൽ എത്ര പേര്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നീലക്കുയിൽ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഇതിനകത്ത് കണ്ടു. ഇങ്ങനെ ഓരോരുത്തരുടെയും തലയിൽ ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടുള്ള രസകരമായിട്ടുള്ള ഒരു ഭയങ്കര വൈറലായെന്ന് തോന്നുന്നു. അതെ, അതെങ്ങനെയാണ് അപ്പൊ ഇത്രയും ആൾക്കാരെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ധ്യാൻ വരെ ഉണ്ട്, ധ്യാനുണ്ട്, അജു ഉണ്ട്. ഈ അമൽ കെ ജോബി വാക്ക് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് മലയാള സിനിമയിലുണ്ട് വേഷം കൊടുക്കാന്ന്. അമലിന്റെ ബുദ്ധിയുണ്ട്. അമലിന്റെ അടുത്ത പടങ്ങളൊക്കെ ഈ സിനിമയില് വാക്ക് പറയാത്ത ആക്ടർ ഞാൻ മാത്രം, ബാക്കി എല്ലാവരും അവര് നേരത്തെ വാക്ക് കൊടുത്തിട്ടുള്ളായിരുന്നു. ഈ സിനിമയിൽ ഒരുപാട് ഫേസസ് ഉണ്ട്. ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനുണ്ട്, അജു വർഗീസ് ഒരു ഗംഭീര ക്യാരക്ടർ. നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ അജുവിന്റെ ക്യാരക്ടർ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അജുവിന്റെ. അത് പറയാതിരിക്കാൻ വയ്യ. ജോണിയാൻ ചേട്ടൻ, രഞ്ജി പണിക്കർ സാറ്, കുട്ടേട്ടൻ ഒരു മെയിൻ ക്യാരക്ടറാണ്. കുട്ടേട്ടൻ പ്ലേഡ് വൺ ഓഫ് ദ മെയിൻ റോൾ. ഷാജു ശ്രീധർ, പിന്നെ ഫീമെയിൽ സുമേഷ്, ദിവ്യദർശൻ, അങ്ങനെ ഒരുപാട് രഞ്ജി പണിക്കർ സാർ. എല്ലാത്ര ഇമോഷൻസും വന്നു പോകുന്നൊരു സബ്ജക്റ്റാണ്. രഞ്ജേട്ടനുള്ള സമയത്ത് നിഖിലിനെ കൊണ്ടുവരുന്നു. അപ്പൊ എങ്ങനെ അവരുടെ കോമ്പിനേഷൻ വന്നത്? അച്ഛൻ മകനായിട്ടാണോ എങ്ങനെയാണ്? അല്ലല്ല, അത് ആക്ച്വലി നിഖിൽ എന്ന് പറയട്ടെ. അല്ല, അങ്ങനെ അച്ഛനും ഞാനുമായിട്ട് ഈ സിനിമയിൽ ഒരു കോമ്പിനേഷൻ ഇല്ല. കോമ്പിനേഷൻ ഇല്ല. ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ജസ്റ്റിൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. കൂടുതലൊന്നും പറയാൻ, സ്റ്റുഡൻ്റ് ആണ്, കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ക്യാമ്പസ് ബേസ് സിനിമയാണ്. അങ്ങനെ അത്യാവശ്യം പ്രോമിനൻ്റ് ഒരു ക്യാരക്ടറാണ്. എല്ലാവരുമായിട്ട് ഇവിടെ രഞ്ജി പണിക്കർ സാറിന്റെ ഒഴികെ ബാക്കി എല്ലാവരും അച്ഛനോട് മാത്രമില്ല. അതെ, രഞ്ജി സാർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാമിയോ കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് അച്ഛൻ്റെ ഇതിനകത്ത്. അല്ല, ഒരു ബിഷപ്പായിട്ട് വരുന്ന ക്യാരക്ടർ. ബിഷപ്പോ? അതെ അതെ. എന്റെ ബിഷപ്പാ, സാറിന്റെ സാറിന്റെ അച്ഛനാ. എന്താണ് ഇയാളുടെ അഞ്ജലിയുടെ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് ആൻമരിയ എന്നാണ്. അതെ, ഒരു സസ്പെൻസ് ക്യാരക്ടറാണ്. ഓ, ഷൂട്ട് അടിപൊളിയായിരുന്നു. ഇപ്പൊ കുറച്ചു നേരം ഇരിക്കുമ്പോൾ ചേച്ചിക്ക് അറിയാലോ എങ്ങനെയാണെന്ന്. എല്ലാവരും ഡബിൾ ഫണ്ണായിരുന്നു, ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഒരു ടെൻഷനും അങ്ങനെയൊന്നും ഇല്ലാണ്ട് ചെയ്ത്. കുറെ പേരുണ്ടല്ലേ?
എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് 20-30 പേര്, 30 ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടിൽ. ഇതുകൂടാതെ നമ്മുടെ ഹീറോയിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഹീറോയിൻ ആക്ച്വലി റോസ്മിൻ എന്നാണ് പേര്. അപ്പോൾ റോസ്മിന്റെ രണ്ടാമത്തെ മലയാളം പടമാണ്. അത് ഖത്തറിന് പോയിരിക്കുകയാണ്. രണ്ടാമത്തെ മലയാളം പടമാണ് റോസ്മിന്റെ. ഫസ്റ്റ് പടം നമ്മുടെ ദിലീപേന്റെ പടം പവിക്കേറ്റേക്കാണ്. അപ്പോൾ അതിനുശേഷം റോസ്മിൻ ചെയ്യുന്ന സിനിമയാണ്. ഒരു അധ്യാപികയുടെ നല്ല രസമായി വർക്കൗട്ട് ആയിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി ഒക്കെ നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിന്റെ ഒരു ലിസ്റ്റ് വന്നു. ഇനി ക്രൂ ലിസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് നമ്മളുടെ മ്യൂസിക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? സ്റ്റീഫൻ മ്യൂസിക്, അതെ സ്റ്റീഫന്റെ മ്യൂസിക്, പിന്നെ ഗൗതം മെൻഷൻ. അതെ, മൊത്തം 4 സോങ്ങാണ് നമുക്കുള്ളത്. 4 സോങ്ങാണ് നമുക്ക് മൊത്തമുള്ളത്. അതിൽ 2 സോങ് സ്റ്റീഫൻ ഡേവിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീഫൻ ബ്രോ തന്നെ ഇതിന്റെ കഴിഞ്ഞ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ഇതിന്റെ ഗുമസ്തന്റെയും. അപ്പം ഈ പടത്തിൽ 2 സോങ് മൂപ്പർ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സോങ് ഗൗതം മെൻസിന്റെ ചെയ്തിട്ടുണ്ട്. മൊത്തം 4 സോങ്ങുള്ളേ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന 4 മ്യൂസിക്സ് ആണ്. ഒപ്പം 4 മ്യൂസിക്സ്. ക്യാമറ റോജോ ഗംഭീരമായിട്ട്. അസോസിയേറ്റ് അമൽദേവ്. അതെ, ക്രൂ എടുത്ത് നോക്കിയാലും വളരെ റിച്ച് ആണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അല്ലേ? ഫ്രം പ്രൊഡ്യൂസർ സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആണ്. എക്സ്ട്രീംലി എനിക്ക് എന്റെ ശബ്ദം ക്യാച്ച് ചെയ്യും. പ്രൊഡക്ഷൻ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, ലിസി കെ ഫെർണാണ്ടസ് ആണ്. ഗ്ലോബൽ മൂവീസ് ആണ് എൻ്റെ. ഗ്ലോബൽ മൂവീസ് ഞങ്ങളുടെ ഓഡിയോ ലോഞ്ച് ഖത്തറിലല്ലേ നടക്കുന്നത്? വീണ്ടും ഖത്തർ. അപ്പോൾ ഏതായാലും ഖത്തർ ഇവിടെ വലിയ വിഷയമാണ് അല്ലേ? അതുകൊണ്ട് നമ്മളിവിടെ അതെ. അപ്പൊ ഇത്രയും തന്നെ സംസാരിച്ചു കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഇവരൊക്കെ ഉള്ള മൂവി ഏത് രീതിയിലായിരിക്കും ജനങ്ങളിലേക്ക് ഹിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ ഒത്തിരി വലിയ വലിയ പടങ്ങളുടെ ഇടയിൽ നമ്മളുടെ പടം എങ്ങനെ സർവൈവ് ചെയ്യണം? വലിയ സിനിമയാണ്. നരേൻ ബ്രോ, ബോബി ചേട്ടൻ, ജയസേട്ടൻ, ഇത് വലിയ സിനിമയാണത്. പിന്നെ ഞാനൊന്ന് ലാസ്റ്റ് ഞാൻ ഈ താരങ്ങളാണോ അതോ സിനിമയുടെ കഥയാണോ യഥാർത്ഥത്തിൽ സ്റ്റാർ എന്ന് പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു അതിന് വലിയ ചോദ്യം ഇപ്പൊ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. പല സിനിമകളും വിജയിക്കുന്നതാണ്. ഞാൻ ആ വാക്കിനോട് തന്നെ യോജിക്കുന്നില്ല. താരങ്ങൾ എന്നുള്ള എല്ലാവരും ഒരു കലാകാരന്മാരാണ്. അത് സിനിമയെ സംബന്ധിച്ച് കണ്ടന്റാണ് വലുത്. ആൾക്കാർ വലുതാണ് ബിസിനസ് വൈസിൽ. പക്ഷേ നല്ല സിനിമകൾ, നല്ല കണ്ടന്റ്, നല്ല കഥയുമാണ്. ഓഡിയൻസിനെ അതിനെ എൻഗേജ് ചെയ്യാൻ ആ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിനിമ വർക്കാവും. അത് പടം ഇറങ്ങി കഴിഞ്ഞ് ബാക്കി അമ്മൽ ഡീൽ ചെയ്തോളൂ. ഡയറക്ടർ. അപ്പൊ താരങ്ങളെക്കാൾ ഉപരി നമ്മൾ കണ്ടന്റ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ആഘോഷ സിനിമയിലൂടെ ആൾക്കാർ മനസ്സിലാവണം അല്ലേ? അതിന് മുമ്പേ തന്നെ മനസ്സിലാവണം. എല്ലാവർക്കും അറിയാവുന്ന അല്ല, സിനിമ എന്ന് പറഞ്ഞ ഒരു കൂടിച്ചേരലാണല്ലോ. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതിൻ്റെ അത്രയും അത് ഒരു നല്ലൊരു സബ്ജക്റ്റ് വേണം, അത് നന്നായി ഡയറക്റ്റ് ചെയ്യാനുള്ള ഡയറക്ടർ വേണം, അത്ര നല്ല ക്യാമറമാൻ വേണം, അതിൽ ഞങ്ങളെപ്പോലെയുള്ള കഴിവുള്ള നടന്മാർ വേണം. ഏത് സിനിമയാണേലും അത് ഒരു നമ്മുടെ ലാൽ സാറിൻ്റെ പടം തൊട്ട് നമ്മളിനി സാധാരണക്കാർ നമ്മൾ ചെറിയ പടങ്ങളാണെങ്കിലും എഫേർട്ട് ഒന്നാണ്. സിനിമ എന്ന് പറയുന്നതിൻ്റെ എഫേർട്ട് ഒന്നാണ്. ഒരിക്കലും ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ഒരാളും സിനിമ ചെയ്യില്ല. എല്ലാവരും ആ സിനിമ ബെസ്റ്റാക്കാനും നല്ല സിനിമയും അല്ലെ അവരുടേതായ വേർഷനിൽ അവർക്കത് എപ്പോഴും അവരുടെ കുഞ്ഞു തൻകുഞ്ഞു നമ്മുടെ മേക്കപ്പ്, കോസ്റ്റ്യൂം തുടങ്ങിയ എല്ലാവരും ചേർന്ന് വരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാവുന്നത്. പക്ഷെ കണ്ടന്റ് മെയിനാണ്. പക്ഷെ എല്ലാവരും മെയിനാണ്. ജെയ്സിനെയൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് എമ്പുരാൻ അതിന് മുമ്പ് അല്ലേ, ജെയ്സേന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പടം ഹിറ്റാന്നാ. ജെയ്സേന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പടം 100 ചെയ്യാറാണ്. ഞാൻ ഈ സിനിമയുടെ പൂജയ്ക്ക് വന്നപ്പോൾ എന്നെ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചു. മാത്രമല്ല അന്നൊരു വൈറൽ കണ്ടന്റ് ആയിരുന്നു അത്. വേറൊന്നുമല്ല, നരേനെ കണ്ടു, പിന്നെ ഇപ്പുറത്ത് ലാൽജു സാറിനെയും കണ്ടു. അപ്പം നരേൻ എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ക്ലാസ്മേറ്റ്സിന് ശേഷം ലാൽജു സാർ ഇങ്ങനെ ഒരു ഇതിൽ വരുന്നത് ആദ്യമായിട്ടാണ്, ഇങ്ങനെ ഒരു കാണുന്നത് പോലും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു പൂജയായിരുന്നു എന്നല്ലേ? നിമിത്തമായിരുന്നു. ആക്ച്വലി ലാൽജു സാറോട് വരുന്നത് നരേന്ദ്രക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ബൈ ചാൻസ് ഒന്ന് കണ്ടപ്പോഴാണ് സർപ്രൈസ് ആയി പോയി. അതെ, അതുകൊണ്ട് ഒരു നിമിത്തം വരുന്നു അവർ. അതെ ഒരുമിച്ച് കണ്ടു എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള സർപ്രൈസ് എലമെന്റ്സ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ജോയ്ഫുൾ മൊമെന്റ്സ് തരുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു ഇത് അല്ലേ? നിങ്ങളുടെയൊക്കെ സ്വഭാവം നോക്കിയാൽ അതൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഓരോരുത്തർക്കും പറയാനുള്ളത്? ഇവർക്ക് പറയാം, ഒരു ഡിക്ഷണറി പോലെ എഴുതാനുള്ള കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ അമലിന് അടുത്ത പടത്തിനുള്ള ആഘോഷം 2.0.
ഓക്കെ ബോബിച്ചേട്ടാ എന്തൊക്കെയാ ആലോചിക്കണേ പറയും. ഇല്ല ഒന്നുമില്ല, നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി സിനിമ ബോബിച്ചേട്ടനുള്ള ഓരോ സെക്കൻഡും ഫണ്ണാണ്. അതായത് അത് പറയുന്നതിന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് കാര്യം. എന്താ പറയുക, ബോബിച്ചേട്ടനുള്ള ദിവസം നമുക്ക് കൃത്യമായിട്ട് അറിയാം, ബോബിച്ചേട്ടൻ്റെ ആബ്സെൻസ് നമുക്ക് കൃത്യമായിട്ട് ലൊക്കേഷനിൽ അറിയാം. ആ വൈബ് രണ്ട് വൈബാണ്. ഭയങ്കര എനർജിയാ. സിനിമയ്ക്ക് ആദ്യം ഇട്ട പേര് സന്ദേശം എന്നായിരുന്നു, പിന്നെ ബോബി ഒന്നുകൂടി ആഘോഷം ആക്കിയത്. ഫുൾ ആഘോഷമായിരുന്നു. അല്ല, ഇടയ്ക്ക് ഞങ്ങൾ തന്നെ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്രയും സാധാരണ എത്രയൊക്കെ എനർജി കാണിച്ചാൽ എത്രയൊക്കെ ചാർജ് ഉണ്ട് എവിടെയെങ്കിലേക്ക് ഒന്ന് ഡ്രോപ്പ് ആവുന്ന സമയമുള്ളൂ. ഇത് 24/7 പുള്ളി ചാർജാണ്. അതിനൊപ്പം ഓടിയെത്താൻ നമ്മളാണ് ഓടിയെത്തുന്നത്, ബുദ്ധിമുട്ടുന്നത്. ഒന്നും സംഭവിക്കരുത്. ഓക്കെ. പലരെയും എൻകറേജ് ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്, അതിലൊരാളാണ്. അല്ല, തീർച്ചയായിട്ടും ബോബിയുടെ പ്രസൻസ് തന്നെ ഭയങ്കര നമ്മൾ എത്ര എന്താ പറയുക, എത്ര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ബോബിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാം മറന്ന് ഭയങ്കര ഹാപ്പിയാവും. അതുകൊണ്ട് ബോബി വന്ന് തീർന്ന് പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഹോട്ടലിലൊക്കെ ഭയങ്കര വല്ലാത്ത അവസ്ഥയായിരുന്നു. അവർക്കൊക്കെ ഇല്ലോ നിങ്ങൾ പോവുകയാണോ, അത്രയ്ക്കും രസകരമായിട്ടായിരുന്നു ഞങ്ങൾ ഓരോ ദിവസവും കടന്നുപോയത്. ചില ദിവസമൊക്കെ പിന്നെ പല ദിവസങ്ങളിലും ഞങ്ങളിങ്ങനെ എടാ ഇന്ന് നമുക്ക് നേരത്തെ കിടക്കണം, ഒരു 10 മണി 11 മണി ഇട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു. അങ്ങനെ അത്രയ്ക്കും ചിരിച്ച് എൻജോയ് ചെയ്ത് ഇവരൊക്കെ കളിയൊക്കെ വരുന്നത്. അമൽ ജോബി ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ 9 മണിയൊക്കെ ആവുമല്ലോ, ചെരുപ്പ് ഒരു കൈ പിടിച്ചിട്ട് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. പേടിച്ചാൽ അറിയാതിരിക്കും. നമ്മളവിടെ ഉണ്ടെന്ന് അപ്പം പിടിച്ച് റൂമിൽ കിട്ടും. പിന്നെ വെളുപ്പിന് 5 മണി കണ്ട് കൊടുത്തില്ല. അല്ല, അവിടെ നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാരണം നമ്മൾ 4 മണി 5 മണി വരെയൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ചിരിക്കും. പക്ഷേ ഒരു 6 മണി 6 കോൾ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് പുള്ളി ഒരു കുഴപ്പമില്ല, പുള്ളി വന്ന് നിൽക്കും. നമ്മളപ്പോഴും ഇങ്ങനെ ഉറക്കുന്ന പുള്ളി ഫുൾ ചാർജാണ്. പുള്ളി എവിടെ ഷോട്ട് എന്താ വെക്കാത്ത പുള്ളി ഭയങ്കര ചാർജ് ആയിരിക്കും. ഒരു അരമണിക്കൂർ ആയിരിക്കും നമ്മൾ റൂമിൽ നിന്ന് പിരിച്ചിട്ടുണ്ടാവുക. മക്ബൂൽ എന്തോ പറയാൻ തുടങ്ങി. ആഘോഷത്തിന്റെ പ്രൊമോഷൻ അല്ല, ബോബിയുടെ പ്രൊമോഷൻ. ബോബിച്ചിനെ കുറിച്ച് പറയാം. അതെ, ഇത് എന്റെ പ്രൊമോഷൻ പോലായി പോയി. അല്ല, ആഘോഷത്തിന്റെ ലൊക്കേഷനിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഓളമായിരുന്നു. ഇപ്പോൾ ഈ നരേൻ ബ്രോവും ബോബിച്ചിനെ കൂടി വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ, ആ ഒരു വൈബ് കിട്ടും. പക്ഷെ ഇവർ ആ ലൊക്കേഷനിൽ നമുക്ക് 2 ദിവസം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമ്മളിങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കും എവിടെയാണ്, എന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കും. കാരണം ആ എന്റർടൈൻമെന്റ് ചിലവുള്ള കേസാണ്. അപ്പൊ ബോബി ഇല്ലെങ്കിൽ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സിനിമ എന്ന് ചെയ്യുന്നേ, ഞാൻ ആക്ച്വലി ഞാനിത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ UK-ലാണ്. ഞാൻ എൻ്റെ ബിസിനസ് പരിപാടികളെല്ലാം ഒന്ന് സൈഡിലോട്ടാക്കിയിട്ടാണ് ഞാനിപ്പം മലയാള സിനിമ വന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ഇത് ആസ്വദിക്കുന്നതുകൊണ്ടാണ് ഞാനത് ഇതിലോട്ട് ഞാൻ ഇറങ്ങുന്നത്. ശരിക്കും ഞാൻ ഒരു ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ അത് ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കാൻ അങ്ങനെ പറ്റുള്ളൂ. കാരണം നമുക്ക് ഭയങ്കര 100,000 ചിന്തകളും അല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ തലയിൽ വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു സീൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മാക്സിമം നമ്മൾ കൂളായിട്ട് നിൽക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിൽ തന്നെ പോവുക, പുറത്ത് എക്സ്പ്രസ് ചെയ്ത്. ഞങ്ങൾ ആക്ച്വലി കഥ പറയാൻ പോയപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കഥ പറയുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് മൂപ്പര് ലണ്ടനിൽ നിന്ന് വന്നവരുവാ, എയർപോർട്ടിൽ നിന്ന് നേരെ ഉള്ള ഫ്ലാറ്റിലേക്ക്. അപ്പോൾ ഞങ്ങളൊരു 10 മണി സമയം എന്തോ 10 മണി രാവിലെ കണ്ട് ഞങ്ങൾ മീറ്റിംഗ് ടൈമൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് അവിടെ ചെന്ന് നമ്മുടെ പ്ലാൻ വെച്ചാൽ പുള്ളിയുടെ ചെല്ലുന്നു, കഥ പറയുന്നു, പെട്ടെന്ന് തീരുമാനമാക്കുന്നു, ഉച്ചയ്ക്ക് തിരിച്ചു പോകുന്നു. വേറെ ഒന്നിട്ട് പരിപാടി നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഭയങ്കര പ്ലാനിങ് കേട്ടോ, വേറെ ഒന്നിട്ട് പരിപാടിയൊക്കെ. അങ്ങനെ ഞങ്ങൾ വന്നു, കഥ പറഞ്ഞു, കഥയെല്ലാം പറഞ്ഞ് പുള്ളി ഓക്കെ. പിന്നെ വിടുന്നില്ല. പിന്നെ ആക്ച്വലി രാത്രി 12 മണിക്കൊക്കെ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കിയത്. പിന്നെ ഭയങ്കര രസമാണ് ആ ഒരു വൈബ്. അന്നേ ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ആ ഒരു വൈബ് നമുക്ക് കണക്ട് ആകുന്നുള്ളതാണ്. അപ്പം അന്നോട്ട് ഈ നിമിഷം വരെ ഓരോ സിനിമകളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം പണി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ 8 സിനിമയിൽ അഭിനയിച്ചു. അതിൽ 3ാമത്തെ സിനിമയാണ് റിലീസാകാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ചെയ്ത ഇനി എനിക്ക് ഈ ആഘോഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നാദിർഷ ഡയറക്റ്റ് ചെയ്ത മാജിക് മഷ്റൂംസ്, പിന്നെ ആശാൻ എന്ന് പറയുന്നൊരു സിനിമയിൽ ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്, ജോൺ പോൾ ഡയറക്റ്റ് ചെയ്ത്. അതിലിരിക്കുന്ന അഭിനയിച്ച ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ ഒറ്റക്കൊമ്പനിലൊരു വേഷം ചെയ്യുന്നുണ്ട്. വരവ് എന്ന് പറയുന്ന ഷാജിക്കല സാറ് ഡയറക്റ്റ് ചെയ്ത ജോജു പടത്തിലുണ്ട് ഞാൻ. ഇപ്പം ഞാൻ തുടക്കം എന്ന് പറയുന്ന വിസ്മയ മോഹൻലാൽ എൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ രഞ്ജിത്ത് സാറിൻ്റെ പടം ഇന്നലെ തുടങ്ങി, അതിലൊരു വേഷം ചെയ്യുന്നു. ഇപ്പോൾ മലയാള സിനിമയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബോബിയുള്ള സിനിമ, ബോബിയില്ല. ഈ
ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു അല്ലെങ്കിൽ പണിയിൽ അഭിനയിച്ചു എന്നതിലുപരി താങ്കൾ ഇതിനു മുമ്പ് സിനിമക്കാരനായിരുന്നില്ലേ? ഐ മീൻ ഞാൻ എല്ലാവർക്കൊന്നും അറിയില്ല. സിനിമാക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് സിനിമ സൗഹൃദങ്ങളായിരുന്നു കൂടുതൽ. പിന്നെ സിനിമാക്കാരൻ ഒരിക്കലും എന്നെ പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു പ്രൊഡക്ഷൻ്റെ ഒക്കെ ഭാഗമായി സിനിമ നിർമ്മാണം റിലേറ്റഡ് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അഭിനയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് സംഭവിപ്പിച്ചതും ജോജു ജോർജാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണി ഷൂട്ടിങ് തുടങ്ങി 3-ാം ദിവസം ഞാനും ജോജുവായിട്ട് സൗന്ദര്യപ്പണക്കത്തിൽ ഇറങ്ങിപ്പോയ ആളാണ് ഞാനാണ് ഞാനിപ്പം 8 സിനിമയിൽ അഭിനയിച്ചത്. അങ്ങനെയല്ല, അത് ചെറിയ കാര്യത്തിന് കാരണം എനിക്കതിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സിനിമയുടെ ടെൻഷൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം അമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ സിനിമയും നമുക്ക് ഓരോ അനുഭവമാണ്. ഇപ്പം എനിക്ക് ആദ്യം എൻട്രി കിട്ടിയ പടമെന്ന് പറയുന്നത് പണി. അത് ടോട്ടലി ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതൊരു വേൾഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. എൻ്റെ ആദ്യത്തെ എന്നല്ല, ഞാൻ ഇതിനു മുമ്പ് 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് എന്നോട് ആക്ഷൻ പറയുന്നത് ജോഷി സാറാണ്. ഞാനൊരു ഇൻ്റർവ്യൂവിലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ശരിക്കും ജോഷി സാറിൻ്റെ കൂടെയും ദിലീപേട്ടൻ്റെയും കാവ്യയുടെയും കൂടെയാണ് ഞാൻ ആദ്യത്തെ ഒരു ഷോട്ടിൽ അഭിനയിക്കുന്നത്. അത് ജോഷി സാറിൻ്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ ലണ്ടനിൽ ഒരു ഷൂട്ടും സോങ്ങും ഉണ്ടായിരുന്നു. അത് ഞാനാണ് കോർഡിനേറ്റ് ചെയ്തതല്ല. അതിലൊരു സീനിൽ ജോഷി സാർ നിർബന്ധിച്ച് എന്നെ പിടിച്ച് ആദ്യ ആക്ഷൻ പറയുന്നത് ജോഷി സാറാണ്. 2ാമത്തെ ചിത്രമാണ് ഡ്രാമ, ലണ്ടൻ ബ്രിഡ്ജ്. അതിനകത്ത് പൃഥ്വിരാജും ഞാനുമായിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. അത് അനിൽ സി മേനോൻ ഡയറക്റ്റ് ചെയ്ത്. 3ാമത് ഞാൻ ആക്ച്വലി ഒരു ക്യാരക്ടർ വേഷം ചെയ്ത പടമാണ് ഡ്രാമ. അത് ഞാനിവിടെ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു. രഞ്ജേട്ടൻ ഡയറക്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞ പടമാണ് പണി ആക്ച്വലി. അപ്പോൾ അത് പണിക്ക് ശേഷം ഞാൻ ചെയ്ത പടമാണ് സുമതി വളവ്. അതിനുശേഷം ഞാൻ ചെയ്ത പടമാണ് ആഘോഷം. അപ്പോൾ ഇതെല്ലാം ഓരോ ഡിഫറെൻറ്റ് സ്കൂളാണ്. അമൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്, ജോജു ടോട്ടലി ഡിഫറെൻ്റ് ആണ്, രഞ്ജിത്ത് സാർ, ഷാജി കേല സാർ, ഇതെല്ലാവരെയും പല ഡിഫറെൻറ്റ് മേക്കിംഗ് പാറ്റേണും പല ആറ്റിറ്റ്യൂഡ്സ് എല്ലാവരുടെയും. ഇപ്പോൾ ഡയറക്ടേഴ്സിന് സമയം ഇപ്പോൾ അമലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരാളോട് പോലും പുള്ളിക്ക് തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെങ്കിലും പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കണേ ഇപ്പോൾ എടുക്കാൻ വെച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതിനാണ്. ഒരാളെയും പിണക്കത്തില്ല പുള്ളി. അതെ. അപ്പം ചില ഡയറക്ടേഴ്സ് അത് എക്സ്പ്രസ് ചെയ്യും, ചിലരത് കാണിക്കില്ല. ചിലരത് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ചിലപ്പോൾ അമൽ ചിരിക്കുന്നതുകൊണ്ട് ദോഷമായിരിക്കും ഉണ്ടാകുന്നത്. നമ്മളത് പിള്ളേളിയായിട്ട് കാണും. പിന്നെ അത് കറക്റ്റ് ചെയ്യും. എനിവേ അമലിന് വേണ്ട സാധനങ്ങൾ എടുക്കും. അമൽ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യും. പുള്ളിയുടെ പരിമിതിക്കുള്ളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിനോട് അതാണ്. പുള്ളി ഒരുപാട് കോംപ്രമൈസും ചെയ്യും. ചിലരത് ചെയ്യില്ല ഒരിക്കലും. സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇപ്പം കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ടാകും, അല്ല ഷൂട്ടിങ്ങിൻ്റെ കോർഡിനേഷനിലുള്ള കുഴപ്പങ്ങൾ, ഇതെല്ലാം ഒരു സാക്രിഫൈസ് മെൻറ്റാലിറ്റി ഉള്ളൊരു ആളാണ്. അല്ല, അതുകൊണ്ട് ഈ സിനിമ ഒറ്റ സ്ട്രെച്ചിൽ അതും നമുക്ക് പറയാതിരിക്കാൻ മേല. ലിസി ചേച്ചി, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഒരു സിനിമ എന്ന് പറയുന്നത് സംഭവിക്കുന്ന ഒരിക്കലും അതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് സൈഡാണ് പ്രൊഡക്ഷൻ. പണം ഒഴുകുവാണ് ശരിക്കും സിനിമ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ ഈ സിനിമ ഇത്രയും ഭംഗിയായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ ഇത് തീർത്ത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. സ്പെഷ്യൽ താങ്ക്സ് ടു ലിസി ചേച്ചി ആൻഡ് ടീം. അല്ലല്ല, ഞാൻ ബോബിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ സംസാരിക്കാൻ തുടങ്ങിയത്. കാരണം ബോബി സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ മുമ്പ് അറിയാം. ഇപ്പോൾ സിനിമയുടെ ഭാഗമായിട്ടും എല്ലാവരുടെയും ഞങ്ങൾ എപ്പോഴും അത്ര സംസാരിക്കാറും അല്ലെങ്കിൽ വീഡിയോ കോളും ഒക്കെ എപ്പോഴും ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും ബോബി വിചാരിച്ച മുമ്പേ ബോബിക്ക് സിനിമയിൽ, കാരണം ടോപ്പ് ലെവലിലുള്ള എല്ലാവരുമായിട്ട്, പക്ഷേ ബോബി വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടില്ല ഞാനൊന്നും ഒരിക്കലും ബോബി ഒരു ആക്ടറാവുന്നോ അങ്ങനെ വരുമെന്നോ. കാരണം അങ്ങനെ ഒരു ചിന്തകൾ പോലും എൻ്റെ വായിൽ നിന്ന് ഉണ്ടാവാറില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു പണി എന്ന് പറയുന്ന സിനിമ. പണി ഫസ്റ്റ് ഷോ കറിഞ്ഞു വഴി ഞാൻ ഓടിപ്പോയി കണ്ടത് ഇവനെന്ത് ചെയ്തു എന്നറിയാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഭയങ്കര അത്ഭുതകരമായിട്ട് ത്രില്ലടിച്ചിട്ട് പടം കഴിയാൻ വെയിറ്റ് ചെയ്തു ഇവനോട് വിളിച്ചു പറയാൻ വേണ്ടി. കാരണം പക്ഷെ അവിടെ നിന്ന് ഞങ്ങളുടെ ബോബിയുടെ വരവും ബോബിയല്ല ബോഡി എന്നൊക്കെയായി. ഇപ്പൊ ഇവന്റെ മനസ്സിൽ ഇവൻ ആഗ്രഹിക്കുന്നത് ബോബിയെ ബോഡി ആയിക്കോട്ടെ. അതല്ല, ബോബിയുടെ ബോഡി നന്നായിട്ട് അഭിനയിക്കുന്നത്. അല്ല, ബോബി ഭയങ്കര അനായാസമായിട്ടാണ് അഭിനയിക്കുന്നത്. കാരണം ഇപ്പം നമ്മളൊക്കെ സിനിമയിൽ വന്നു ഇത്രയും കാലമായെങ്കിലും നമുക്കൊരു ആക്ഷൻ കട്ടൊക്കെ പറയുന്നതിൻ്റെ ഇടയിലൊരു ടെൻഷനൊക്കെ ഉണ്ട്. ബോബി വളരെ കൂളായിട്ട് അടിച്ചു പൊളിച്ച് എല്ലാവരോടും ഹാപ്പിയായിട്ടെന്ന് പറഞ്ഞിട്ട് ആക്ഷൻ പറഞ്ഞിട്ട് ചാടി വന്ന് ആ സീൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട് വീണ്ടും പുള്ളിയും ബോബിയായി മാറുന്നു. അത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. സിനിമ ആഘോഷ
ആഘോഷമായിട്ട് തിയേറ്ററുകളിലേക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് എത്തുകയാണ്. അപ്പോൾ ആഘോഷം എല്ലാവരും ആഘോഷപൂർവ്വമായിട്ട് തന്നെ എടുക്കണം അല്ലേ? അത് കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വരുമ്പോഴാണ് ശരിക്കും സിനിമ ആഘോഷിക്കപ്പെടുന്നത്. അപ്പൊ അതിന് ഒരിക്കലും വലിയ അവകാശവാദങ്ങളൊന്നുമില്ല നമുക്കല്ലേ. അതെ അതെ ഒരു കൊച്ചു സിനിമ, ഒരുപാട് കലാകാരന്മാർ ചേർന്നുള്ള ഒരു ശ്രമം അമൽ ജോബി നേതൃത്വം നൽകി ക്രിയേറ്റ് ചെയ്തൊരു ഒരു മനോഹരമായ ചിത്രമായിരിക്കും. ഒരു കൊച്ചു നല്ല സിനിമയായിരിക്കും, ഒരു നല്ല എൻ്റർടൈനർ ആയിരിക്കും. അതിനകത്ത് എല്ലാ ചേരുവകളെയും അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് ലൈനുണ്ട്, എൻ്റെ പ്രണയമുണ്ട്, ചെറിയ മാസമുണ്ട്, അതിനകത്ത് നല്ലൊരു ത്രെഡ് പറഞ്ഞു പോകുന്നു. അതൊരു റിവെഞ്ച് സ്റ്റോറിയാണ് ഈ കോളേജ് പശ്ചാത്തലത്തിൽ കൂടെ അയാൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, ഒരു ഗംഭീര വിജയമാക്കുക. താങ്ക് യു സോ മച്ച്.